ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത ചെമ്മീൻ ലെയർ പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനായി ഒരു ഫ്രൈങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ചെറിയ ചെമ്മീനാണെങ്കിൽ കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തത് വലിയ ചെമ്മീനാണ്, അതുകൊണ്ടാണ് ചെറുതായി നുറുക്കി എടുത്തിട്ടുള്ളത്. വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. ഒരു കപ്പ് നെയ്ച്ചോറിൻ്റെ അരി കുതിർത്തെടുത്തതാണിത്. സാധാരണ പച്ചരി ആയാലും മതി. ഇതിന് നമുക്ക് ഒരു മുട്ടയും ഒരല്പം തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുക്കണം. ഒരല്പം ഉപ്പും ഒരു നുള്ളി ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിലേക്ക് മുട്ടയും തേങ്ങാപ്പാലും ഒരുമിച്ച് ചേർക്കുന്നതിന് പകരം ഏതെങ്കിലും ഒന്നായാലും മതി. ഇനി ഇതിന് നമുക്ക് ഓയിൽ തടവിയ ഒരു പാത്രത്തിൽ ഒരു ലെയർ ഒഴിച്ചു കൊടുത്ത് ആവി കയറാൻ വേണ്ടി വെക്കണം. അത് മൂടി വെച്ച് ഒന്ന് ഉറച്ചു വരുന്ന സമയത്ത് ഓയിൽ തടവി കൊടുക്കാം. ഓയിൽ തടവിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ മേലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ മിക്സ് ഇട്ട് കൊടുക്കണം. ഒരു ലെയർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ വീണ്ടും മാവ് ഒഴിച്ച് അടച്ചു വെക്കണം. അത് ഉറയ്ക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ചെമ്മീൻ മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയറും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. അധികം ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചെമ്മീന് പകരം ഇറച്ചിയോ മീനോ ചേർക്കാവുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.